നാസയുടെ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് സൗരയൂഥത്തിനു പുറത്തുള്ള ഒരു പാറക്കെട്ടുള്ള ഗ്രഹത്തിൽ അന്തരീക്ഷത്തിന്റെ ഏറ്റവും ശക്തമായ തെളിവുകൾ കണ്ടെത്തി. TOI 561b എന്ന അൾട്രാ ഹോട്ട് സൂപ്പർ എർത്ത് ഗ്രഹത്തിന്റെ നിരീക്ഷണങ്ങളാണ് ഈ സുപ്രധാന കണ്ടെത്തലിലേക്ക് നയിച്ചത്. ഈ കണ്ടെത്തൽ TOI 561b എന്ന ഗ്രഹത്തെക്കുറിച്ചുള്ള നിലവിലുള്ള ധാരണകളെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. TOI 561b ഒരു അൾട്രാ ഹോട്ട് സൂപ്പർ എർത്ത് എന്ന വിരളമായ വർഗത്തിൽപ്പെടുന്നു. അതിന്റെ ഭ്രമണപഥം വളരെ ചെറുതാണ്. ഗ്രഹത്തിന്റെ അസാധാരണമായ കുറഞ്ഞ സാന്ദ്രതയെയും അതിന്റെ ഉപരിതലത്തിലെ മാഗ്മ സമുദ്രത്തിനു മുകളിലുള്ള കട്ടിയുള്ള വാതകപ്പുടവയെയും ഈ നിരീക്ഷണങ്ങൾ പിന്തുണയ്ക്കുന്നു. ഭൂമിയുടെ 1.4 ഇരട്ടി വലിപ്പമുള്ള ഈ ഗ്രഹത്തിന് 11 മണിക്കൂറിൽ കുറഞ്ഞ ഭ്രമണപഥമാണുള്ളത്. ഇത് നക്ഷത്രത്തോട് വളരെ അടുത്താണ്. TOI 561bയുടെ അന്തരീക്ഷത്തെക്കുറിച്ചുള്ള കൂടുതൽ തെളിവുകളും വിവരങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാ നിരീക്ഷണങ്ങളും വിശദീകരിക്കാൻ കട്ടിയുള്ളതും പെട്ടെന്ന് ബാഷ്പീകരിക്കുന്നതുമായ ഒരു അന്തരീക്ഷം ആവശ്യമാണെന്ന് ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലെ അഞ്ജലി പിയറ്റ് പറയുന്നു. ഈ കട്ടിയുള്ള അന്തരീക്ഷത്തിലെ ശക്തമായ കാറ്റുകൾ പകൽ ഭാഗത്തുനിന്നുള്ള ചൂട് രാത്രിഭാഗത്തേക്ക് എത്തിച്ച് ഗ്രഹത്തെ തണുപ്പിക്കുന്നു. TOI 561bയെ മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിന്റെ അസാധാരണമായ കുറഞ്ഞ സാന്ദ്രതയാണ്. ഇതിന്റെ കാരണങ്ങൾ പരിശോധിക്കാം. ഭൂമിയുടേതിന് സമാനമായ ഘടനയാണ് ഈ ഗ്രഹത്തിനെങ്കിൽ പ്രതീക്ഷിക്കുന്നതിലും വളരെ കുറഞ്ഞ സാന്ദ്രതയാണ് TOI 561bയ്ക്കുള്ളത്. ഈ ഗ്രഹം നമ്മുടെ സൂര്യനേക്കാൾ ഇരട്ടി പഴക്കമുള്ളതും ഇരുമ്പിന്റെ അംശം കുറഞ്ഞതുമായ ഒരു നക്ഷത്രത്തെയാണ് ഭ്രമണം ചെയ്യുന്നത്. ഇത് ഗ്രഹത്തിന്റെ രൂപീകരണത്തെക്കുറിച്ചുള്ള പുതിയ അറിവുകൾ നൽകുന്നു. TOI 561bയ്ക്ക് അന്തരീക്ഷമുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വെബ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നടത്തിയ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെബിന്റെ NIR സ്പെക് ഉപയോഗിച്ച് ഗ്രഹത്തിന്റെ പകൽ ഭാഗത്തെ താപനില അതിന്റെ അടുത്ത ഇൻഫ്രാറെഡ് തെളിച്ചം അടിസ്ഥാനമാക്കി ശാസ്ത്രജ്ഞർ അളന്നു. അന്തരീക്ഷമില്ലാത്ത വെറും പാറക്കെട്ടുള്ള ഒരു ഗ്രഹമാണ് TOI 561b എങ്കിൽ അതിന്റെ പകൽ ഭാഗത്തെ താപനില ഏകദേശം 4900 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കണം. എന്നാൽ NIR സ്പെക് നിരീക്ഷണങ്ങൾ കാണിക്കുന്നത് ഗ്രഹത്തിന്റെ പകൽ ഭാഗത്തെ താപനില 3200 ഡിഗ്രി ഫാരൻഹീറ്റിനോടടുത്ത് മാത്രമാണ്. ഇത് പ്രതീക്ഷിച്ചതിലും വളരെ കുറവാണ്. നിരീക്ഷണ ഫലങ്ങൾ വിശദീകരിക്കാൻ ശാസ്ത്രജ്ഞർ വിവിധ സാധ്യതകൾ പരിഗണിക്കുന്നു. നിഗമനങ്ങളും ഭാവി ഗവേഷണവും എന്തായിരിക്കുമെന്ന് നോക്കാം. മാഗ്മസമുദ്രം കുറച്ച് ചൂട് വിതരണം ചെയ്യുമെങ്കിലും നിരീക്ഷിച്ച തണുപ്പിക്കൽ പ്രഭാവത്തിന് ഒരു അന്തരീക്ഷം അത്യാവശ്യമാണെന്ന് ഗവേഷകർ പറയുന്നു. ഈ വെബ് നിരീക്ഷണങ്ങൾ TOI 561b പോലുള്ള ചെറിയ ഗ്രഹങ്ങൾക്കും അന്തരീക്ഷം നിലനിർത്താൻ കഴിയുമെന്നതിന്റെ സാധ്യതയെ ശക്തിപ്പെടുത്തുന്നു.